നമസ്കാരം. ജ്യോതിഷപ്രകാരം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ബുധൻ എല്ലാ മാസങ്ങളിലും രാശി മാറാറുണ്ട്. ഈ രാശി മാറ്റത്തിനിടെ മറ്റ് ഗ്രഹങ്ങളുമായി സംയോഗം ഉണ്ടാവുകയോ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ പെടുകയോ ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ പ്രാധാന്യം അറിയിക്കുന്നതായ ഒരു കാര്യം ജൂൺ 29 ജ്യോതിഷപ്രകാരം സംഭവിക്കുകയാണ്. രാവിലെ 6:25 ബുധനും യമഗ്രഹവും മുന്നിലും പിന്നിലുമായി അണിനിരക്കുന്നതാണ്. അതായത് ഇരു ഗ്രഹങ്ങളും 180 ഡിഗ്രിയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഈ ഗ്രഹസ്ഥിതി പ്രതിയുതി യോഗമെന്നാണ് ജ്യോതിഷത്തിൽ പരാമർശിക്കുക. ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ ബുധൻ കർക്കിടകം രാശിയിലും യമഗ്രഹം മകരം രാശിയിലുമായിരിക്കും. പ്രതിയുതി യോഗം ചില രാശികളിൽ ജനിച്ചവർക്ക് അത്രമേൽ ശുഭകരമായ ഫലങ്ങളാണ് നൽകുക. എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് ഇവരെ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ പരാമർശിക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. ആദ്യത്തെ രാശി കന്നി രാശിയാണ്. കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നി രാശിയിൽ ജനിച്ചവർക്ക് പ്രതിയുതി യോഗം വളരെയധികം നേട്ടമായി തന്നെ മാറും. രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക. അത്രമേൽ അനുകൂലമായ ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാവുന്നതാണ്. വളരെയധികം കാലമായി നിങ്ങൾ അനുഭവിക്കുന്നതായ പലവിധ പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും പല പ്രശ്നങ്ങളും മനസ്സിൽ ഒതുക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങളോ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ അകന്ന് പോകുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ജോലിയുമായി ബന്ധപ്പെട്ട് ഉന്നതമായ പദവികളിലേക്ക് എത്തിച്ചേരുക, സാമ്പത്തികപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. കൂടാതെ പല വിധത്തിലുള്ള സാമ്പത്തികപരമായ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. ധനയോഗം നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന സമയം എന്ന പ്രത്യേകതയുണ്ട്. ധനപരമായ നേട്ടങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക. ശമ്പള വർധനവ് നിങ്ങൾക്ക് വന്നു ചേരാം. ധനപരമായ ചില കാര്യങ്ങൾ, തൊഴിൽപരമായി നിൽക്കുന്നതായ തടസ്സങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഒഴിയുകയും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ തന്നെ സംഭവിക്കും എന്ന് പരാമർശിക്കാം. കൂടാതെ ഈ സമയം പ്രധാനമായും ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. ആ തീരുമാനങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായി തീരുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. മറ്റ് സ്രോതസ്സുകളിൽ നിന്നും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതായ സമയമാകുന്നു. ഇത് സാമ്പത്തിക സ്ഥിതിയെ സ്വാധീനിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. സാമ്പത്തികപരമായി അഭിവൃദ്ധി പ്രാപിക്കുന്നതിലൂടെ നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കുകയും സമ്പാദ്യവും സമ്പത്തും നിങ്ങൾക്ക് വർദ്ധിക്കുകയും ചെയ്യും. ധനപരമായ നേട്ടങ്ങൾ തന്നെയാണ് കടന്നു വരിക. നേട്ടങ്ങൾ നാൾക്ക് നാൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. നിങ്ങൾ പ്രധാനമായും ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ ആ പ്രശ്നങ്ങളെപ്പോലും തരണം ചെയ്യുവാൻ സാധിക്കും. അനുകൂലമാണ് സമയം. പല കാര്യങ്ങളും നിങ്ങൾക്ക് ശുഭമായി ഭവിക്കാം. ശ്രദ്ധയോടെ തന്നെ മുന്നേറുക. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിയിൽ ജനിച്ച വ്യക്തികൾക്കും പ്രതിയുതി യോഗ കാലത്ത് ഭാഗ്യം അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പരിപൂർണമായും ആനുകൂല്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് കടന്നു വരിക. പല മേഖലകളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും അവരുമായി ബന്ധപ്പെട്ട് മികച്ചതായ രീതിയിൽ മുന്നേറുവാൻ സാധിച്ചു എന്ന് വരാം. ലാഭം അത് ധനപരമോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാവുന്നതുമാണ്. പുതിയ ആശയങ്ങൾ പല കാര്യങ്ങളിലും കൊണ്ടുവരുവാൻ സാധിക്കുകയും പ്രാവർത്തികമാക്കുവാനും തന്മൂലം ബിസിനസ് പരമായ നേട്ടങ്ങൾ കൊയ്യുവാനും സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക സ്ഥിതി വളരെയധികം അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക.
നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്ന് വരാവുന്നതുമാണ്. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത പോലും വർദ്ധിക്കുന്ന സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിലനിൽക്കുന്നതായ ചില പ്രശ്നങ്ങളുണ്ടാകാം. അത്തരം ചില പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. ചില വ്യക്തികളിൽ നിന്നും അപ്രതീക്ഷിതമായ സഹായഹസ്തങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് ധനപരമായി മാത്രമാകണം എന്നില്ല, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടുമാകാം. കൂടാതെ നിങ്ങൾക്ക് ആവശ്യമായുള്ള ധനം അത് താൽക്കാലികമായ ധനസ്രോതസ്സുകളിൽ നിന്നാണ് എങ്കിൽ പോലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കാര്യങ്ങൾ നിവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ധനം ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾക്കോ പല തിരിച്ചടികൾക്കോ കാരണമായി തീരാം. ശത്രുത പോലും അവസാനിപ്പിക്കുവാൻ സാധിക്കുന്ന അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയമാകുന്നു. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധനും യമഗ്രഹവും സൃഷ്ടിക്കുന്ന പ്രതിയുതി യോഗം വളരെയധികം നേട്ടമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പ്രധാനമായും മേടം രാശിക്കാർക്ക് നിങ്ങളുടെ 4ാം ഭാവത്തിലാണ് ബുധനും 10ാം ഭാവത്തിൽ യമനുമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പ്രധാനമായും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അനുകൂലമാകാം. പല കാര്യങ്ങളിലും എന്ത് ചെയ്യണം എന്നറിയാത്തതായ അവസ്ഥയുണ്ട്, ആശയക്കുഴപ്പങ്ങളുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. പ്രധാനമായും അനവധിയാർന്ന നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. കർമ്മരംഗത്ത് ഉണ്ടായിരിക്കുന്നതായ പലവിധ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ കൂടുതലായും സന്തോഷം അനുഭവിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒന്നിനു പുറകെ ഒന്നായി സന്തോഷ അവസരങ്ങൾ നിങ്ങളെ തേടി എത്താവുന്നതുമാണ്. വളരെ കാലമായി നിർത്തിവച്ചിരിക്കുന്നതായ പല ജോലികളും പുനരാരംഭിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തിൽ കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. തർക്കങ്ങൾക്കുള്ള സാധ്യതകൾ പോലും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. വളരെ കാലമായി നിർത്തിവച്ചിരിക്കുന്നതായ ജോലികൾ പുനരാരംഭിക്കുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ആരോഗ്യം പൊതുവിൽ തൃപ്തികരമായി തുടരും. കാര്യങ്ങൾ പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും നേട്ടങ്ങൾ ഇരട്ടിയായി വന്നു ചേരാം. ധനപരമായോ മറ്റ് നേട്ടങ്ങളോ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും.